നായരുടെ അച്ഛൻ ഒരു വലിയ പ്രമാണിയാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് അഭ്യൂഹങ്ങൾ കേൾക്കുന്നുണ്ട്. അഭ്യൂഹങ്ങളല്ല, പുള്ളിക്ക് അത്യാവശ്യം വസ്തു സ്ഥലങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. നമ്മളായിട്ട് അതിനൊന്നും മോശപ്പെടുത്തിയിട്ടില്ല, കൂടുതലാക്കിയിട്ടേ ഉള്ളു. അപ്പോൾ അദ്ദേഹത്തിന് പാരമ്പര്യമായിട്ട് കിട്ടിയത്, അദ്ദേഹം ഉണ്ടാക്കിയത്. പിന്നെ അതൊക്കെ നമുക്ക് കൈമാറുന്നത് തെറ്റല്ലല്ലോ, അത് എൻ്റെ തെറ്റല്ല. ഇപ്പം അച്ഛനെ പറ്റി പറയുമ്പം അച്ഛൻ ഇപ്പോൾ ഉണ്ടോ ജീവിച്ചിട്ട്? അച്ഛൻ മരിച്ചു. അച്ഛനായിട്ടുള്ളൊരു റിലേഷൻ അങ്ങ് അതൊന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? അത് ഓർത്തെടുക്കാമെന്നല്ലോ, നമ്മളെല്ലാ ദിവസവും ഓർക്കാത്തൊരു ദിവസമില്ല. ഫാദർ ഞാനൊരു 23 years ഉള്ളപ്പോഴാണ് മരിക്കുന്നത് ഉള്ളത്. പുള്ളിക്ക് 49 വയസ്സിലാണല്ലോ മരിക്കുന്നത്, പെട്ടെന്നുള്ള ഒരു അസുഖം വന്നിട്ട് മരിക്കുന്നതാണ്. അത് മുതൽ ഞാൻ ഒരു സെൽഫ് മെയ്ഡ് മാനാണ്. ഫാദറിൻ്റെ മറ്റ് കാര്യങ്ങളും ബാക്കപ്സും അല്ലെങ്കിൽ ഈ പറയുന്ന നിങ്ങൾ പറഞ്ഞ മറ്റേ ലാൻഡ് ലോഡീസൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും ടച്ച് ചെയ്യാതെ ഇന്ന് എനിക്കുള്ളതെല്ലാം ഞാൻ ഉണ്ടാക്കിയതാണ്. ഫാദറിൻ്റെ യാതൊരു അസറ്റ്സും ഇന്നേ വരെ ഞാൻ ടച്ച് ചെയ്തിട്ടുമില്ല. അതൊന്നും ആ ഒരു പേഴ്സൺ അച്ഛനോടുള്ള ഒരു അഫെക്ഷൻ അതെങ്ങനെ ഓർത്തെടുക്കാൻ പറ്റും? അല്ല, അതാണ് നമ്മൾ ആ ഒരു അഫെക്ഷൻ ഉള്ളതുകൊണ്ടാണ് നമ്മളിപ്പം, അല്ലെങ്കിൽ എനിക്ക് ജോലിക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല. പുള്ളി ഒരു സെൽഫ് മെയ്ഡ് മാനാണ്. പുള്ളിക്ക് ഇതുപോലെ ഇഷ്ടംപോലെ അസറ്റ്സ് ഉണ്ടായിരുന്നിട്ട് പുള്ളി സ്വന്തമായിട്ട് ഗവൺമെൻറ് സർവീസിൽ വർക്ക് ചെയ്യാൻ പോകുന്നു, സ്വന്തമായിട്ട് ജോലി ചെയ്തു, ബിസിനസ് ചെയ്തു. അങ്ങനെ പുള്ളി കോൺട്രാക്റ്റൊക്കെ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ കുറേ ഗവൺമെൻറ് സർവീസ് ഉണ്ടായിരുന്നിട്ട് ലൈക്ക് ലീവ് എടുത്ത് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള സംവിധാനങ്ങൾ അന്നൊക്കെ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴൊക്കെ ചെയ്യാറുണ്ട് ആൾക്കാർ.